everyone, welcome to Competitive Cracker. ഞാൻ കീർത്തന. അപ്പൊ ഈ ഓഗസ്റ്റിൽ വരുന്ന എക്സാമുമായിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് അല്ലെ കുട്ടികൾക്ക്. കാരണം ഇപ്പൊ CBIയുടെ ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജൂൺ 18 നടന്ന എക്സാം റദ്ദാക്കിയതിന്റെ ബേസിലുള്ള എവിഡൻസ് ഫേക്ക് ആണ്. അതായത് ചോദ്യ പേപ്പർ ചോർന്നിട്ടില്ല എന്നാണ് CBI ഇപ്പൊ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു റിപ്പോർട്ടാണ് കേട്ടോ ഇത്. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂൺ 18 നടന്ന എക്സാം ക്യാൻസൽ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ഇനി ആ എക്സാമിന്റെ റിസൾട്ടുമായിട്ട് NTA മുന്നോട്ട് പോകുമോ? എന്താണ് ഇനി നടക്കുക? അതോ ഓഗസ്റ്റിൽ വരുന്ന എക്സാം ആണോ ഇനി നടത്താൻ പോകുന്നത്? ഓൾറെഡി ക്യാൻസൽ ചെയ്ത എക്സാം ഇനി ക്യാൻസൽ ചെയ്യാതെ അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? ഒരു കാര്യം. വേറൊരു കാര്യം, ഈ ഒരു എവിഡൻസ് ഫേക്ക് ആണ്. പക്ഷെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നുള്ളതിന് എന്താണ് തെളിവ്? ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെന്ന് പലർക്കും പല അഭിപ്രായങ്ങളാണ് അല്ലെ. അപ്പൊ ഇനി NTA എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് NTAക്ക് മാത്രമേ സത്യം പറഞ്ഞാൽ അറിയുള്ളൂ. പക്ഷേ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗിവൺ ഇൻഫർമേഷന്റെ ബേസിസിൽ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ ഓഗസ്റ്റിലെ എക്സാം നടക്കാനാണ് സാധ്യത. ഇതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഗസ്റ്റിലെ എക്സാം നടക്കും എന്ന് പറഞ്ഞിട്ട് NTA നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസ് ഇപ്പൊ എവിടെ പോയി? ആ നോട്ടീസ് വെബ്സൈറ്റിൽ നിന്ന് കാണാനേ ഇല്ല. ആ നോട്ടീസ് പിൻവലിച്ചതാണ്. കാരണം ഓഗസ്റ്റിലെ എക്സാം നടത്താതെ ജൂൺ 18 എക്സാമിന്റെ റിസൾട്ടുമായിട്ട് NTAക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് കുറച്ച് സംശയങ്ങൾ കുട്ടികളുടെ ഇടയിൽ റൂമർ പോലെ സ്പ്രെഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം, ആ നോട്ടീസ് എവിടെയെന്ന് ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ നെറ്റ് എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അത് ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ അറിയണം, നമ്മൾ ഒഫീഷ്യൽ ആയിട്ട് 2 വെബ്സൈറ്റ് ആണ് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഒന്ന് ഈ കാണുന്ന NTA-യുടെ വെബ്സൈറ്റ്. ഓക്കെ, ഇതല്ലാതെ NTA UGC നെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് നെറ്റ് എക്സാമിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇത് NTA നടക്കുന്ന എല്ലാ എക്സാംസിനും കൂടെ ജനറൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വരുന്ന അപ്ഡേറ്റുകൾ പലപ്പോഴും പല വെബ്സൈറ്റിലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റുകൾ നെറ്റ് എക്സാമിന്റെ വെബ്സൈറ്റിൽ, NTA UGC നെറ്റ് എന്നുള്ള വെബ്സൈറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം അല്ലെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെയല്ല. ചില അപ്ഡേറ്റുകൾ ഈ സൈറ്റിലും ചില അപ്ഡേറ്റുകൾ ആ സൈറ്റിലുമാണ് വരാറുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 വെബ്സൈറ്റും കൃത്യമായിട്ട് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അതല്ലാതെ നമ്മുടെ CCയുടെ കൂടെയുള്ള കൂട്ടുകാർക്കാണെങ്കിൽ പിന്നെ പേടിക്കുക വേണ്ട. എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞ കാര്യം, ഈ ഓഗസ്റ്റിലെ എക്സാമിന്റെ ഡേറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് വന്ന ഒഫീഷ്യൽ നോട്ടീസ് കാണാനില്ല എന്നുള്ള രീതിയിൽ ഒരു റൂമർ പ്രചരിക്കുന്നുണ്ട്. ഞാനിപ്പോ ആ നോട്ടീസ് കാണിച്ചു തരാം കേട്ടോ. അത് കാണാതായിട്ടൊന്നുമില്ല. സംഭവം എന്താണ്, ഇതൊരു ചെറിയ കൺഫ്യൂഷൻ ആണ്. നെറ്റ് എക്സാമിന്റെ വെബ്സൈറ്റിൽ അല്ല ഇതുള്ളത്. NTA-യുടെ എല്ലാ എക്സാമിനും കൂടിയുള്ള കോമൺ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെയാണ് ഈ നോട്ടീസ് ഉള്ളത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ആ നോട്ടീസ് എവിടെയാണ്. നമ്മൾ എവിടെ നോക്കേണ്ടത്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടീസുകളുടെ ഈ ഒരു സെക്ഷൻ എടുക്കുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നോട്ടീസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നമ്മുടെ സംഭവം എവിടെയാ കിടക്കുന്നത്? ഈ 12ാമത്തെ, ഇപ്പൊ നിലവിൽ 12ാമത്തെ ആയിട്ടാണ് കിടക്കുന്നത്. എന്താണ്? NTA എക്സാമിനേഷൻ കലണ്ടർ ഫോർ അപ്കമിങ് എക്സാമിനേഷൻസ്. ഇവിടെ നെറ്റ് എക്സാമിന്റെ പേര് പോലും കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. പക്ഷെ ഇതാണ് NTA എക്സാമിനേഷൻ കലണ്ടർ ഫോർ അപ്കമിങ് എക്സാമിനേഷൻസ് ആണ് ഈ ഒരു നോട്ടീസിന്റെ പേര്. അപ്പൊ ഈ നോട്ടീസ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് നേരത്തെ വന്ന നോട്ടീസ് തന്നെയാണ് കേട്ടോ ഇത്. ഒരു വ്യത്യാസവും ഇല്ല. അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ കിടക്കുന്നത് എവിടെയാണ്? NTA-യുടെ വെബ്സൈറ്റിലാണ്, NTA UGC നെറ്റിന്റെ വെബ്സൈറ്റിലല്ല. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എന്താ? നമ്മുടെ 21 ഓഗസ്റ്റിന്റെയും സെപ്റ്റംബർ 4 ഇടയിൽ എക്സാം നടക്കും. എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ OMR ഷീറ്റിലല്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. ആകെ ഉണ്ടായിരുന്ന ഒരു ചർച്ചാ വിഷയം എന്തായിരുന്നു? ഈ നോട്ടീസ് എവിടെ പോയി എന്നുള്ളതായിരുന്നു എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട്. അപ്പൊ ഇതാ നമ്മുടെ നോട്ടീസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ വെബ്സൈറ്റ്, ഈ നോട്ടീസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ബേസിസിൽ നമ്മുടെ ഡിസിഷൻ വരുന്നത് എന്താണ്? മിക്കവാറും ഓഗസ്റ്റിൽ എക്സാമുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം എന്താണ്? യൂഷ്വലി നമുക്കൊക്കെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് അറിയാം എക്സാമിൽ തിരിമറികൾ നടന്നിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് എക്സാമിനേഷനുമായിട്ട് നടന്നു പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ഫെയർ ആയിട്ട്
കുറച്ചും കൂടെ ജസ്റ്റിസ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഇനി എങ്ങാനും ആ CBIയുടെ റിപ്പോർട്ട് പ്രകാരം ആ ഒരു ചാർജ് ഷീറ്റ് പ്രകാരമുള്ള കാര്യമാണെങ്കിൽ ഓൾറെഡി നമുക്ക് ഇതിനകം ഇന്നത്തേക്കകം എന്ത് വന്നിട്ടുണ്ടാവണം, ഈ ഒരു എക്സാം നടക്കില്ല എന്നുള്ളൊരു കാര്യം നോട്ടീസായിട്ട് വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ജൂൺ 18-ാം തീയതിയുടെ റിസൾട്ടുകൾ വരും എന്നുള്ള രീതിയിലും അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ എങ്കിലും റിലീസ് ആയിട്ടുണ്ടാവണം. പക്ഷെ NTA ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്താലും നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ നിലവിലെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് എന്താണ് ഓഗസ്റ്റിലെ എക്സാം നടക്കും തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കാരണം ഇത്തരത്തിലുള്ള റൂമേഴ്സിലൊക്കെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതോറും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ വല്ലാതെ കുറഞ്ഞു പോകും. ഒരു ഡീമോട്ടിവേഷൻ ആണ്. എന്തിനാ ഇപ്പൊ പഠിച്ചിട്ട് നാളെ ക്യാൻസൽ ചെയ്യാനല്ലേ എന്ന് തോന്നും. പക്ഷെ ഇപ്പൊ ഉള്ള ഒരു പ്രോബബിലിറ്റി ക്യാൻസൽ ചെയ്യില്ല കേട്ടോ എക്സാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇപ്പൊ ഓഗസ്റ്റിൽ എക്സാം നടക്കുകയാണെങ്കിൽ എന്തായാലും ഇത് ക്രാക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതി. ഡിസംബറിലെ എക്സാമിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള വളരെ ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഓഗസ്റ്റിലെ എക്സാമിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എങ്ങാനും നിങ്ങൾ ഈ ഓഗസ്റ്റ് എക്സാമിന് വെൽ പ്രിപ്പയർഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി എന്താണ്, ഡിസംബറിലെ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലത്തെ എന്താണുള്ളത്, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ലോങ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഏതിനൊക്കെയാ ഉള്ളത്, ജനറൽ പേപ്പറിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അതല്ലാതെ എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സും CSIR ഫിസിക്സിനും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. നല്ലൊരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ടാവും, അല്ലാതെ PDF ആയിട്ട് നോട്ട്സ് അവൈലബിൾ ആണ്, ഡൗട്ട് സോൾവിംഗ് സെഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9778262992 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ എല്ലാവരുടെ അടുത്തും എത്തിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കൂ. താങ്ക്